മനുവേട്ടന് ചെറിയ രീതിയിലുള്ള ജലദോഷവും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുവാവിൻ്റെ രാവിലെ എടുക്കുന്ന കാര്യം കുറച്ച് പാടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അന്നമോളെ ഞാനിന്ന് വീഡിയോ എടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അന്നമോള് പറഞ്ഞു അമ്മ ഞാൻ നോക്കിക്കോളാം, അമ്മ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ രാവിലെ നല്ല ഉറക്കമായിരുന്നു, കുറച്ച് വൈകിയാണ് എണീറ്റ് വന്നത്. അപ്പോൾ അത് വേഗം പുട്ടും കടലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അന്നക്കുട്ടി അവിടെ നിന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. ചടപടേ എന്ന് പറഞ്ഞത് വേഗം കടലക്കറി ആക്കി എടുക്കണം. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അങ്ങനെ വീണ്ടും ഇവിടെ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ വെണ്ടക്ക കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്ന വെണ്ടയ്ക്കായിരുന്നു കൂടി കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വെണ്ടക്കയുടെ കൂടെ ഉരുളക്കിഴങ്ങും കൂടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. മെഴുക്ക് വരട്ടി വലിയ ഇഷ്ടമൊന്നുമല്ല, പന്നക്കുട്ടി കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനിടയ്ക്ക് കടയിൽ എന്തൊക്കെയോ പോയി. അപ്പോൾ വെണ്ടയ്ക്കയും വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് ഞാൻ രണ്ടാക്കിയിട്ടാണ് മുളക് ഉപ്പൊക്കെ പുരട്ടി എടുക്കുന്നത്. അപ്പോൾ അത് വറുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കുറച്ച് നേരം വൈകി, ഇപ്പോൾ എത്ര നേരം വൈകിയാലും എൻ്റെ അടുത്ത് നിന്ന് പോകാത്ത ഒരാളാണ് ഈ ഒരു കാക്ക, മിക്കപ്പോഴും അവിടെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ എൽസും എണ്ണീറ്റു. അപ്പോൾ അന്നക്കുട്ടിയുടെ യൂണിഫോം ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലത്തെ വെയിൽ കൊണ്ട് വെളുക്കുമെന്ന് ആരോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കട്ടൻ ചായ കുടിച്ച് കറുത്തു എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എൽസും അവിടെ പായിട്ട് നിലത്ത് കിടത്തി അവളെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. വേഗം ഞാൻ കടലക്കറിയാക്കി CID രാവിലെ ഒന്ന് നോക്കിയിട്ടുണ്ടെന്ന് എന്തൊക്കെയാണെന്ന്. അപ്പോൾ പുട്ടും കടലയൊക്കെ കൊടുത്ത് ലഞ്ച് ബോക്സൊക്കെ ആക്കി കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാണ് കേട്ടോ ഇന്ന്.